അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര കൊള്ള രാജ്യത്തെ ആകെ ലജ്ജിപ്പിക്കുന്ന ഒന്നാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മൂക്കിന് താഴെ ഭരണകൂടത്തിന്റെ പൂർണ്ണമായ സംരക്ഷണത്തോടെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് അരങ്ങേറിയതെന്ന വസ്തുത അതീവ ഗൗരവതരമാണ്. ഭക്തർ നൽകിയ സ്വർണവും പണവും കട്ടുമുടിച്ചിട്ടും കുറ്റക്കാർക്കെതിരെയുള്ള അന്വേഷണം എങ്ങുമെത്താതെ നിശ്ചലമായി നിൽക്കുന്നത് യോഗി സർക്കാരിന്റെയും കേന്ദ്ര ഭരണകൂടത്തിന്റെയും പരാജയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ക്ഷേത്ര ട്രസ്റ്റിലെ വൻ അഴിമതിയിൽ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംയുക്തമായി കത്തയച്ചിരിക്കുന്നത്. ഭക്തരുടെ വിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് നടന്ന ഈ സംഭാവന കൊള്ളയിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പുലർത്തുന്ന മൗനം ഒട്ടും അംഗീകരിക്കാനാവില്ലെന്ന് പ്രതിപക്ഷ നേതാക്കൾ കത്തിൽ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ട്രസ്റ്റിലെ അംഗങ്ങളെ മുഴുവൻ നിയമിച്ചത് കേന്ദ്ര സർക്കാരാണെന്നിരിക്കെ അവിടെ നടക്കുന്ന കൊള്ളയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മോദി സർക്കാരിന് ഒഴിഞ്ഞുമാറാനാകില്ല. ട്രസ്റ്റ് അംഗങ്ങൾക്ക് RSS, VHP തുടങ്ങിയ സംഘടനകളുമായും അവയുടെ പോഷക ഘടകങ്ങളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് പരസ്യമായ കാര്യമാണ്. ഇതിനു പുറമെ ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി പ്രധാനമന്ത്രിയുടെ ഏറ്റവും അടുത്ത സഹായിയായിരുന്നുവെന്നതും അഴിമതിക്ക് പിന്നിലെ രാഷ്ട്രീയ സംരക്ഷണത്തിന്റെ ആഴം വ്യക്തമാക്കുകയാണ്. ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് അടിയന്തരവും സമഗ്രവുമായ ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ കത്തിലൂടെ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഭക്തർ സമർപ്പിച്ച അളവറ്റ പണം, സ്വർണം, വെള്ളി എന്നിവ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും എങ്ങോട്ടേക്കാണ് ഇവ വഴിമാറിപ്പോയതെന്നും കൃത്യമായി പരിശോധിക്കപ്പെടണം. ഈ അന്വേഷണ റിപ്പോർട്ടും ട്രസ്റ്റിന്റെ ഇതുവരെയുള്ള മുഴുവൻ അക്കൗണ്ട് വിവരങ്ങളും പൊതുജനങ്ങൾക്കായി പരസ്യമായി പ്രസിദ്ധീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. തങ്ങൾ നൽകിയ വഴിപാടുകൾ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചതെന്ന് അറിയാൻ അത് നൽകിയ ഓരോ ഭക്തനും അവകാശമുണ്ട്. ഈ അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ എത്ര ഉയർന്ന രാഷ്ട്രീയ പദവിയിലുള്ളവരാണെങ്കിലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും രാഹുൽ ഗാന്ധിയും ഖാർഗെയും ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാരിന്റെയും ട്രസ്റ്റിന്റെയും അവശേഷിക്കുന്ന വിശ്വാസ്യത ഇനി പ്രധാനമന്ത്രി എത്രമാത്രം സുതാര്യമായും വേഗത്തിലും നടപടിയെടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ആത്മീയതയും ശ്രീരാമക്ഷേത്രത്തെയും കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ആയുധം മാത്രമാക്കിയ നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ക്ഷേത്രത്തിന്റെ പേരിൽ നടന്ന ഈ സംഭാവന കൊള്ളയിൽ ജനങ്ങളോട് മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തെ സ്വന്തം രാഷ്ട്രീയ പരസ്യമാക്കി മാറ്റാൻ മത്സരിച്ച ഇരുവരും ഭക്തരുടെ പണം കട്ടുമുടിച്ചപ്പോൾ കളിപ്പാവകളെ പോലെ നോക്കി നിൽക്കുന്നത് തികഞ്ഞ കാപട്യമാണ്. ഉത്തർപ്രദേശിലെ ക്രമസമാധാനത്തെക്കുറിച്ചും അഴിമതിരഹിത ഭരണത്തെക്കുറിച്ചും വാചാലനാകുന്ന യോഗി ആദിത്യനാഥിന് സ്വന്തം ഭരണത്തിന് കീഴിൽ നടന്ന ഈ വൻകൊള്ള തടയാൻ കഴിഞ്ഞില്ല എന്നത് അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ ആഴം കാണിക്കുകയാണ്. അധികാരത്തിന്റെ തണലിൽ അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇരട്ടത്താപ്പ് രാജ്യത്തെ ജനങ്ങൾക്ക് ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞു.